രാധേച്ചി വരുന്നടാ. ബാക്കിയുള്ള പണിയെല്ലാം വന്നിട്ട് എടുക്കാം. ഓനെ വിളിച്ചിട്ട് പല്ലെല്ലാം തേപ്പിച്ചു കൊടുക്കണം കേട്ടാ. അമ്മേന്റെ സമയം പോയി, ഫോട്ടോ എടുക്കാനായി. അമ്മ വേഗം വരണേ, എനക്കും പോവാൻ സമയായിക്ക്. ഇനി പോട്, ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഒന്ന് ഇങ്ങോട്ട് വന്നു നോക്കുവല്ലോ. എടാ അപ്പു, അപ്പു, എടാ അപ്പു, എണീക്ക് പല്ല് തേക്കാലോ, നമുക്ക് പോവാൻ സമയായി. വേഗം എണീക്കേ. എന്റെ ബാബ എടുത്തു. പാവ ഇപ്പൊ കുഞ്ഞനാട്ടാ, പാവാട വെച്ചേക്ക്. 22 വയസ്സായി. പാവ എടുത്ത് കളി. അമ്മ തൊഴിലുറപ്പിന് പോയി. അമ്മ ഇപ്പൊ വരും. തൊഴിലുറപ്പിന് പോയിക്ക് ഫോട്ടോ എടുക്കുക. ഇപ്പൊ വരും. അമ്മ ഇപ്പം വരും. നീ പല്ല് തേക്ക്. ഇവിടെ ഇരിക്കും. അവിടെ എന്റെ പൊടിയും കഴിക്ക്. പൊടി വേഗം പല്ല് വെച്ചു. ചായ കുടിക്കും. ഇതല്ല എന്റെ. അതന്നെയാ, ഞങ്ങ തേച്ചൂട്. എല്ലാം ഇതുവരെ പല്ല് തേച്ച് കഴിഞ്ഞിക്കില്ല. അതിന് ഇവനും എണീക്കണ്ടേ മോനെ? പല്ല് എനിക്ക് പോവാൻ സമയമായിരിക്കും. അമ്മ വന്നെങ്ക അമ്മ ഞാൻ ചായ ചായ അമ്മ എടുത്തേരാം. എടുത്തേരാം. അമ്മേ ഞാൻ പോയിക്കേ. അപ്പൊ അങ്ങ് തേച്ചുവിട് പല്ല് വേത്തില്. ഇതാക്കുന്ന പോന്നാ പോന്ന ലഡു ഞങ്ങക്ക്. ലഡു ഉണ്ട്. ലഡു വേണോ? ലഡു. ഹലോ, നിങ്ങളാണ് ഇന്നലെ വിളിക്കുന്നു എന്നിട്ട് വിളിക്കാണ്ടെന്നേ. ഗുഡ് ന്യൂസാ? എന്നാ ഇപ്പം തന്നെ പറ. റോഡുമല്ല. അതാ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നാല് അവിടെ തന്നെ നിൽക്കട്ടാ. വേഗം വരാം. ഓക്കെ. ഫോണിൽ തന്നെയാ കളിയില്ലേ? എത്ര നേരം ഇവിടെ കാത്തിരിക്കുന്നു? അല്ല പോട്ടെ. നിങ്ങള് എന്നാ ഗുഡ് ന്യൂസ് ഉണ്ട് അത് പറ. നമ്മളെ പ്രണയം തുടങ്ങിയിട്ട് എത്രയായി? ഇതാ ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞേ. അല്ല നീ പറ. അത് 2 കൊല്ലായി. അല്ല എന്നാ നമുക്ക് ഇതങ്ങ് അവസാനിപ്പിച്ചാലോ? നിങ്ങളെന്നാ പറയണേ? അതല്ലടോ, അച്ഛനും അമ്മ നമ്മളെ കല്യാണം സമ്മതിച്ചു. നാളെ നമ്മൾ അങ്ങ് വരുന്നുണ്ട്, അച്ഛനും അമ്മയും കൂട്ടിട്ട്. നാളെ തന്നെ വരുന്നുണ്ട്. എന്നാ ഞാനിപ്പം തന്നെ അമ്മേനെ വിളിച്ച് പറയട്ടെ. ഞാൻ പോട്ടെ. അല്ല ഞാനങ്ങോട്ട് ഇറങ്ങിത്തരാ. വേണ്ട അല്ല കല്യാണം കഴിഞ്ഞു. എന്തല്ല വന്നില്ല? ഓല് വരുന്നുണ്ട്. കൊറേ ആള് വരുന്നുണ്ട്. ഒരു 3-4 ആള് വരും എന്നാ പറഞ്ഞു. ഞാൻ ഇപ്പൊ അവന് പണിയെല്ലാം കഴിഞ്ഞു. സുജി, ചെറിയ വീടാണല്ലോ. അനങ്ങല്ലമ്മേ. ഇരിക്കട്ടാ. വഴിയെല്ലാം മനസ്സിലായില്ലല്ലേ? പ്രയാസമൊന്നുമില്ല. അച്ഛൻ സുഖയില്ലേറ്റ് വന്നിട്ടില്ല. അച്ഛൻ്റെ അനിയനാ അത്. ഇത് ഇവന്റെ ഫ്രണ്ടാ. ശരിയേ, വെള്ളം എടുത്തടോ. കഴിക്കാത്ത കഴിക്ക്. അപ്പോ ലഡു വേണ്ട. രാധേ അപ്പനെ കൂട്ടിക്ക. അശ്വതിന്റെ അനിയനാണ്. ചെറിയ സുഖമില്ലാത്ത പ്രശ്നമുണ്ട്. മോനങ്ങ് ഇതിനിപ്പം ചികിത്സിക്കുന്നില്ല. ഒരുപാട് ചികിത്സകൾ നടത്തിയതാ. പക്ഷേ ഇത് ജന്മനാലുള്ളതല്ലേ.
അല്ല ഉള്ളക്കാരി സംസാരിക്കുന്ന വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മള് പോവാ. എന്നാ പിന്നെ നമ്മൾ ഇറങ്ങും അല്ലേ? ഞങ്ങൾ ഇറങ്ങുന്ന ബാക്കി കാര്യമെല്ലാം അറിയിക്കാം. എന്താളി വിളിച്ചിട്ട് കിട്ടാത്തേ? അല്ല സുജി, മാമന്റെ മോക്കെന്ന് മോശം കണ്ട് എനിക്കിതൊരു ബാധ്യതയായിരിക്കുവേ. ജീവിതകാലം മുഴുവൻ കെട്ടി വലിക്കേണ്ടി വരുവേ. ഞാൻ നിങ്ങൾ ഫോൺ എടുക്കാത്ത? ഞാൻ ഇപ്പം വിളിക്കുന്നേ. അത് അച്ഛനമ്മ എന്ത് പറഞ്ഞേ? അനിയനുള്ള ഞാൻ പറഞ്ഞിന്, പക്ഷെ സൂക്കേടുള്ള ഞാൻ പറഞ്ഞിട്ടില്ല. അത് പിന്നെ നോട്ടെ, ഇത് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, അച്ഛനും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് വരെ ബാധിക്കുന്ന ഒരു സംഗതിയാ. അത് മാത്രല്ലേ എന്റെ അനിയെ എന്റെ മോനൊരു ബാധ്യതയായിരിക്കും. ഇനി വിളിക്കുകയും ചെയ്യറ്, കാണുകയും ചെയ്യറ്. അമ്മക്ക് ഉണ്ണിയായിരുന്നെടുക്ക ഫോൺ കൊടുക്കുക. ഹലോ ഹലോ, ഇതെന്താ അശ്വതി തിരിച്ചു വരുന്നേ? നമുക്ക് ഭയങ്കര തലവേദന. അതെയോ? കല്യാണമൊക്കെ റെഡി ആയില്ലേ? ഇതെന്താ അശ്വതി മുഖമൊക്കെ പറ്റി? അതൊന്നും നടക്കൂല. അനിയ സാരമില്ല അശ്വതി, ഇപ്പോ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ അങ്ങോട്ട് വരാം. എനിക്കിപ്പോ സമയമില്ല, അംഗനവാടിയിലേക്ക് പോകണം. ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ വരണോ കൂടെ? വേണ്ട. ചേച്ചി ചേച്ചി വന്ന ചേച്ചി ചേച്ചി ചേച്ചിക്ക് എന്നെ പറ്റിയേ? ചേച്ചി എന്നെ പറ്റി തലവേദന. നീ പോട്. തലവേദന ബിക്സ് ഉണ്ട്, ഞാൻ എടുത്തേക്ക. ബിക്സ് ഉണ്ടല്ലോ ചേച്ചി. ബിക്സ് കിട്ടി ചേച്ചി. ചേച്ചി ബിക്സ് തരട്ടില്ല. വിക്സ് ഒന്നും വേണ്ട, ഇനി പോയനെ. ചേച്ചി ചേച്ചി ബിക്സ് തരട്ടി ചേച്ചി. വിക്സ് വേണ്ടെന്നല്ലേ ഇങ്ങോട്ട് പറഞ്ഞത്? ഒന്ന് ശല്യം ചെയ്യാണ്ട് പോവാ. നാശം. ഞാൻ മരിക്കുന്ന എന്റെ പാറ, എന്റെ പാറ മരിച്ചാലാ പോയിട്ട്. എന്റെ പാവ, ഞാൻ മരിക്കുന്ന മരിച്ചോ? മരിക്കുന്ന എന്റെ പാവ. മോളെ അശ്വതി, മോളെ അച്ഛാ, മോളെ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല. അല്ലേലും ഉമ്മക്ക് പറ്റിയൊരു ബന്ധമല്ലേ ഇത്. ഇനി പിന്നെ ഉണ്ണിയേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കൂന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനൊന്നും പറയേറ്റ. പിന്നെ പൈസയും സമ്പത്തും ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടോട്ടോ വിചാരിച്ചിട്ടാ. സാരമില്ല കേട്ടാ. നിങ്ങൾ കണ്ടി ഞാൻ അവന്റെ മോള് വരുന്നത്? എന്നോടും ടീച്ചറാ കാര്യങ്ങളിലും പറഞ്ഞു. കരണ്ട മോളെ, ഞാനോടും ടീച്ചറാ പറഞ്ഞത്. ശരിയാവട്ടാ, കരണ്ട. ഇവിടെ എന്നെ ഓർക്ക് കളിഞ്ഞിക്കില്ല. അശ്വതി ഒന്ന് എണീച്ചാണ്. അമ്മേ, ഇന്നലെ അപ്പൂനോട് എന്തോ പറഞ്ഞിട്ട് ഭയങ്കര വിഷമായിട്ടാ. അപ്പൂനോട് എന്തോ പറഞ്ഞിട്ട് ഭയങ്കര വിഷമായിട്ട് കിടന്നിട്ട് അത് ഇന്നലെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ? ഒന്നിപ്പോ ഒരു സമാധാനിപ്പിച്ചേക്ക്. നീറ്റിക്കൊന്നുമില്ല, ഭയങ്കര വിഷമം. അത് ഇന്നലെ ദേഷ്യം പിടിപ്പിച്ചിട്ടില്ലേ? പോയോട്ടാ. അപ്പു, ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? ഇന്നലെ എവിടെയാ മോളെ ഉറങ്ങിയേ? ഉറങ്ങിക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്റെ മോൻ. അപ്പു ഇനി ഇന്നലെ ഉറങ്ങിക്കില്ലേ? അതേനു? എന്റെ പുള്ളിലേക്ക് ജീവിക്കണമെങ്കിൽ ആരെയും സഹായം പാടില്ല ചേച്ചി. ഇങ്ങനെല്ലാം പറയാനേ? മരിക്കണമെങ്കിൽ പോലും ആരെയും സഹായം പാടില്ല. ഇതൊരു തലായി കഴിയുമ്പോൾ കെട്ടിത്തരുവാ. ഇതെന്നാ അപ്പു ഞാൻ ഈ പറയണേ? ഇതെടുന്ന അപ്പു എനിക്ക് കിട്ടിയേ? ചേച്ചി പറഞ്ഞില്ല എവിടെയെങ്കിലും പോയി ചച്ചന്ന്. അത് ഇന്നലത്തെ വിഷമത്തിൽ പറഞ്ഞതല്ലേ ഞാൻ? അതിന് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെയല്ല കാണിക്കാവാ? അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തേ. നീ അങ്ങനെയൊന്നും ചെയ്യരുട്ടാ. സോറി അപ്പു, സോറി. ഞാൻ ചേർന്നല്ലേ ചേച്ചിന്റെ കല്യാണം മുടങ്ങിയത്. ഇതാരെഞ്ഞോട്ട് ഇതെല്ലാം പറഞ്ഞേ? അച്ഛൻ അമ്മേനോട് പറയുന്നത് കേട്ടിക്ക്. അപ്പു ഇനി കാരണമൊന്നുമല്ല എന്റെ കല്യാണം മുടങ്ങി. ഇനി ഞാൻ വിഷമിപ്പിക്കൊന്നുമില്ല കേട്ടാ. ഇനി വിഷമിപ്പിച്ചിട്ട് എനക്കൊരു ജീവിതം വേണ്ട. എന്നാ മോനെ എണീക്കുവാ, പല്ല് തേച്ചിട്ട് ചായ കുടിക്കാൻ.
എന്റെ പാവ ചേച്ചി. പാവയുടെ അടുത്ത് അശ്വതി ടീച്ചർ വന്നിക്കിതട്ടാ. ടീച്ചറേരി അശ്വതി എന്താടോ ഇത്? നീ പോവാറില്ലേ? ഇല്ല, ഇപ്പൊ പോക്കില്ല. ഇപ്പോഴും നീ അവനെ ഓർത്തോണ്ടിരിക്ക ആണോ? 2 വർഷം നിന്നെ സ്നേഹിച്ചു, നീ സ്നേഹിച്ചു അല്ലേ? നീയാ ശരിക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച്. അവൻ നിന്നെ സ്നേഹിച്ചെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിന്നെ ഉപേക്ഷിക്കോ? പറയേ, നിന്നെ ഉപേക്ഷിക്കോ? അപ്പൊ പിന്നെ അവനെ നീ സ്നേഹിക്കണോ? വേണ്ടല്ലോ, വേണ്ട. അവന്റെ മുന്നില് ജീവിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടോ. ആ, അതാണ് ഏറ്റവും വലിയ വിജയം നമ്മുടെ ജീവിതത്തിൽ. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും, മനുഷ്യനായാൽ അങ്ങനെയാണ്. അപ്പൊ അതിനെ തരണം ചെയ്ത് ജീവിക്കണം, അതാണ് നമ്മുടെ വിജയം. ദുഃഖം ഉണ്ടാവും, സുഖം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇനി വിഷമിക്കരുത്, ഓക്കെ? രാധേച്ചി, ഓ ഇവിടെ അച്ഛനെന്ന് വിളിച്ചേ. ആ ഇതൊക്കെ ഒന്ന് ഇങ്ങോട്ട് പോരിങ്ങള്. ഇവള് ഓക്കെ ആയിട്ടാ? ഓ, അത് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവള് ഉഷാറായി. പിന്നെ ഞാന് ഒരു പ്രധാന കാര്യം പറയാൻ ഞങ്ങളെ വിളിപ്പിച്ചത്. ഇവിടെ അടുത്ത ഒരു സ്കൂളിലെ ഒരു ഡ്രോയിങ്ങിന്റെ അധ്യാപകനാണ്. എന്റെ അംഗനവാടിയിൽ ചിത്രമൊക്കെ വരച്ച ഇവിടെ പരിചയമുണ്ട്. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാളോട്. നാളെ ഇവിടെ കാണാൻ പറ്റും പെണ്ണാണ്. അപ്പൊ നാളെ സുന്ദരിയായിട്ടിരിക്കണം, ഓക്കെ അല്ല? ഇങ്ങനെ ഇരിക്കരുത്, അതെല്ലാം റെഡിയാക്കി. വാക്ക് തന്ന വാക്കായിരിക്കണം. നേരം ഉണ്ടെങ്കിൽ നാളെ ഞാൻ വരും. സമയമില്ല, ഓരോരോ വൈകുന്നേരം. വൈകുന്നേരം ഒരുപാട് ലേറ്റ് ആവില്ല, എങ്കിലും വരും. അപ്പൊ ഞാന് വരട്ടെ. ചായ കുടിച്ചിട്ട് ചക്കയിലായിക്കുണ്ട്. ഇപ്പൊ ഞാൻ കഴിച്ചതാ, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, കഴിച്ചിട്ടില്ല. സന്തോഷം, സന്തോഷം. ഇന്നൊരിക്കലാവാം. വരട്ടെ എന്നാല്. ശരി എന്നാ, ശരി. ആയിക്കോട്ടെ. താമസിച്ചിട്ടോ? ഇല്ല, ടൈം റെഡിയാ. ഇവിടെ രാധേ ഒരു വരുന്നുണ്ടോ? മോശേ ഇരിക്കട്ടാ. രാധേ ഒരു കസേര വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളൂ. ഇന്ന് നല്ല കാലാവസ്ഥ. ഇന്നലെ നല്ല മഴയല്ലേ രാത്രിയല്ലോ? ഇന്നലെ ഭയങ്കര മഴയാണ്. നിങ്ങൾക്ക് അങ്ങോട്ടെല്ലാം മഴ ഉണ്ടാ? മഴയുണ്ട്, ഇതുപോലെ തന്നെ മഴയുണ്ട്. ആ, ഇവിടെ അശ്വതി നീ വെള്ളം ഇങ്ങെടുത്തോ. ഇവക്കൊരു ആങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ, ഇവിടെ ഇല്ല. ഓനകത്തുണ്ട്. ഒന്ന് വിളിച്ച ഓനെ വിളിച്ച. അച്ഛ വേണ്ട, ഓനകത്തിരുന്നോ, കാത്തിരിക്കും. ഇവിടെ ഇരിക്കും. മോന്റെ പേരെന്നാ? മോന്റെ പേരെന്നാ? അപ്പു. അപ്പുവാ? അപ്പു ഒരു ലഡു കഴിക്ക്. ഇതാ കഴിക്ക്, കഴിക്കപ്പോ. ലഡു തിന്നാല് ചേച്ചിന്റെ കല്യാണം മുടങ്ങിപ്പോ. ഇല്ല, മോൻ കഴിച്ചോ? എനിക്ക് വേണ്ട. നിങ്ങളെ പേരെന്നാ? വിജേഷ്. നിങ്ങളെ ചെക്ക? ആ, ഞാനാ ചെക്ക. അപ്പോ ഒരു ലഡു കഴിക്ക്, ലഡു കഴിക്ക്, ലഡു കഴിക്ക്.
നല്ല കുപ്പ ഞങ്ങളെ. കരല്ല പോ. അമ്മ അച്ഛ ഓനാടെ ഇരുന്നോട്ടെ, ഓന്റെ പെങ്ങളെ കല്യാണക്കാരിയല്ലേ, ഓനും അറിയണ്ടേ. എന്നാ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞങ്ങളെ പറ്റിയിട്ട് ടീച്ചർ എല്ലാ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെ പറ്റിയിട്ടെല്ലാം ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് എന്നാലും നിങ്ങള് അടുത്ത ഞായറാഴ്ച നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം. ഇനി കൂടുതൽ നീട്ടണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ തരത്തില് കല്യാണം കഴിക്കാം. അതിപ്പോ ഇത്ര പെട്ടെന്ന് എന്ന് പറയുമ്പോ ഞാൻ മോക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പൊന്നും കാര്യമൊന്നും കരുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോ അച്ഛ പൊന്ന് ഞാൻ കൊടുക്കും. അച്ഛ അതിനുള്ള പൈസ എല്ലാം അപ്പൻ്റെ അടുത്തുണ്ടാ? എൻ്റെ അടുത്ത് പൈസ ഞാൻ കൊടുക്കും. പൊന്ന് ഞാൻ എടുത്തണ്ടേ അച്ഛ? അച്ഛ 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 പൈസ പൈസ ഓരോ തമാശകളാ. അത് പൈസ അച്ഛ, ഇത് പൈസ അച്ഛ, പൈസ പൈസ അപ്പൻ്റെ അടുത്ത് പൈസ പൈസ എച്ചിന്റെ കല്യാണത്തെ കൊണ്ടാച്ച പൈസ എച്ചി പൈസ എച്ചിന്റെ കല്യാണത്തിൽ വെച്ച പൈസ കൂട്ടി കൂട്ടി വെച്ച പൈസ. എന്റെ കാലം കഴിയുന്നവരെ ഇവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പെങ്ങളെ ഇത്രയധികം സ്നേഹിച്ച ഒരാങ്ങളെ ഈ ലോകത്ത് എവിടെയും കാണൂല. അവന്റെ ഒരു കരുതൽ കണ്ടില്ലേ അശ്വതി? ഇത് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണം നമുക്ക്.